ഫുട്ബോളിന്റെ ആവേശം കെട്ടടങ്ങിയ കോട്ടകലിന്റെ ഈ മണ്ണ് ഇപ്പോൾ തികഞ്ഞ ഇലക്ഷൻ ജ്വരത്തിലാണ്. കോട്ടകൽ മുനിസിപ്പാലിറ്റിയുടെ 22ാം വാർഡായ മദ്രസപ്പടിയിലാണ് ഇപ്പോൾ നവ ന്യൂസിന്റെ വോട്ടുവണ്ടി നിൽക്കുന്നത്. ഇവിടെ 2 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഒന്ന് കന്നഡ ചിഹ്നത്തിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PT അബ്ദു, മറ്റൊന്ന് CPM സ്ഥാനാർത്ഥി ചുറ്റികരിയാൽ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന EG രാംദാസ് മാസ്റ്റർ. നമ്മുടെ വോട്ടുവണ്ടി ഇപ്പോൾ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. ഇവിടെ നമ്മളോട് പ്രതികരിക്കാൻ PT അബ്ദു ഉണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാം. എവിടെ എത്തി തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ? ഞങ്ങൾ 4ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 4ാം ഘട്ടത്തിലേക്ക് ഒരുപാട് മുന്നിലാണ്. എങ്ങനെയുണ്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വോട്ട് ചോദിച്ച് കടന്നു ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നല്ലതായിട്ടുള്ള ഇതാണ് പ്രതികരണം. കാരണം വളരെ ആളുകളെല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ. ഈ ഒരു 22ാം വാർഡ് വാശിയേറിയ മത്സരം തന്നെയാണ്. ജനങ്ങളുടെ അടുക്കൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതികരണം. നിലവിൽ LDFന്റെ വാർഡായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ പൊതുവെ ജനങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? അവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? പ്രതികരണം ഇവിടെ ഇത്രയും വർഷക്കാലങ്ങൾ നടത്തിയിട്ടുള്ളത് LDFന്റെ ഭരണമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ചന്ന് മുതൽ ഇന്നേ വരെ 20 വർഷമായി ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ മുഖ്യ പ്രശ്നം കുടിവെള്ളമായിരുന്നു. അത് വേണ്ടത്ര ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് ഇത്രയും കാലം സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം വിലയിരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് പറഞ്ഞു. ഇനിയിപ്പോൾ കോട്ടകൽ മുനിസിപ്പാലിറ്റിയായി മാറുകയാണ്. എന്തൊക്കെ ഒരു വികസന അജണ്ട ജനങ്ങളുടെ മുന്നിൽ വെക്കാനുണ്ടാവുമല്ലോ? സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ജയിച്ചു വരും എന്ന് പ്രതീക്ഷ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് അതിന് മുൻഗണനാ ക്രമത്തിലൊന്ന് പറയുക? മുൻഗണനത്തിലാണ് ഇവിടെ ഈ ഒരു ചെറു കുഗ്രാമങ്ങളാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വലിയ വലിയ ഫാക്ടറികൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളുകളുടെ അടുത്ത് നിന്ന് വോട്ട് പിടിക്കുന്നില്ല. ഇവിടുത്തെ പൊതുജനങ്ങൾ, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിലേക്ക് മാത്രമുള്ള നമ്മുടെ ചിന്ത. പിന്നെ എന്തെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടെന്ന് വലിയൊരു പ്രതീക്ഷയില്ല. ഇനി വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകളെ എല്ലാവരെയും കൂട്ടി അവർക്ക് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ളൊരു ഉദ്ദേശം മാത്രം, അല്ലാതെ ഇവിടെ വലിയ